ഗവൺമെന്റും അങ്ങനെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ശക്തമായ നിലപാടെടുത്ത് പോകും. സ്വന്തം പാർട്ടി പ്രവർത്തകരോ കുട്ടി സഹാക്കളിനെ പോലീസ് കഞ്ചാവ് കേസ് പിടിക്കുമ്പോൾ അവരെ സ്ഥലം മാറ്റുന്ന നിലപാടല്ല നിങ്ങളുടെ. അതിനുദാഹരണമാണ്. അതിൽ നമുക്ക് പല സാധ്യതകളുണ്ട്. അതിൽ ഒരു സാധ്യതയാണ് കുട്ടികൾ. നമ്മൾ ഈ പുതിയ തലമുറ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. ഇതൊക്കെ കളിക്കാൻ ഒരു സ്ഥലമുണ്ടോ? പൊതു ഇടങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ലഹരി വരുന്നു, വർദ്ധിക്കുന്നു? പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള താല്പര്യം, അതിന്റെ ഭാഗമായി ആളുകൾ എന്തും ചെയ്യാന്നുള്ള തോന്നലാണ്. താങ്കൾ പറഞ്ഞ നല്ല കാര്യങ്ങളൊക്കെ തന്നെ. നിങ്ങൾക്കൊക്കെ വാചകം അടിക്കാനല്ലേ അറിയുള്ളൂ, പ്രവൃത്തിയിൽ അതില്ലല്ലോ. നിങ്ങൾ ഒന്ന് വാചകം അടിച്ചിട്ട് പോകും, പ്രവൃത്തിയിൽ അതിൻ്റെ വിപരീതം ചെയ്യും. അതാണല്ലോ നിങ്ങളുടെ പരിപാടി. അതിൻ്റെ അവസാനത്തെ 2 ഉദാഹരണങ്ങളാണല്ലോ പ്രതിഭ MLAയുടെ മകനെതിരെ കേസെടുത്ത ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതും തലശ്ശേരി മണോളിക്കാവിൽ CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്ന പേരിൽ 2 പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതും നിങ്ങൾ തന്നെയല്ലേ. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ അമ്മായപ്പനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്, എന്നിട്ട് പ്രവൃത്തിയിൽ കാണിക്കുക. അപ്പം ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കാം. ഇപ്പോൾ ഈ കേരളത്തിൽ LDFൻ്റെ വാലുള്ള ഏത് തുക്കട നേതാവിനും എന്ത് തെണ്ടിത്തരവും കാണിക്കാം. അവരെ നിങ്ങളുടെ സർക്കാർ പൊന്നുപോലെ സൂക്ഷിക്കും. അവർക്കെതിരെ ആരെങ്കിലും ഒരു ചെറുപേരിൽ ഇളക്കിയാൽ അവരെ നിങ്ങൾ അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഇപ്പോഴത്തെ പരിപാടി. ആദ്യം ഈ നാറിയെ വ്യവസ്ഥിതമായി 20-ാം നൂറ്റാണ്ട് സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട് ഡേർട്ടി ബിസിനസ്. നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. സ്വർണ്ണമോ മറ്റുള്ള സാധനങ്ങൾ പോലെയല്ല മയക്കുമരുന്ന്. ഇറ്റ്സ് എ കില്ലർ ഡ്രഗ്. ആളെ കൊല്ലി. 10,000 മുതൽ 13,500 വരെ ലഭിക്കുന്ന ആശമാറ്റ ഡേറ്റയാണ്. അത് 89% ആളുകൾക്ക് 10,000 മുതൽ 13,000 വരെ ഇൻസെന്റീവും ഓണറിനും ലഭിക്കുന്നു. വലിയ കാര്യമായിപ്പോയി. കേരളത്തിൽ കുടുംബത്തോടെ പട്ടിണി കിടക്കണമെങ്കിൽ തന്നെ മാസം 15,000 രൂപ തികയില്ല. അപ്പോഴാണ് നിങ്ങളുടെ ഒരു 10,000 ഗുണവ. ലക്ഷങ്ങൾ ശമ്പളമുള്ളവർക്ക് വീണ്ടും ലക്ഷം കൂട്ടം ഒരു കുഴപ്പമില്ല. 5,000 10,000 ശമ്പളമുള്ളവർക്ക് 1,000 രൂപ കൂട്ടാനാണ് നിങ്ങൾക്ക് ഇത്ര പാട്. ഒരാൾ പറയുന്നത് പിണറായിസം. അതാണ് പിണറായിസം തന്നെ. എന്താണെന്നറിയാം പിണറായിസം? ഈ പാവപ്പെട്ടവനെ പിഴിഞ്ഞൂർത്തടിക്കുന്ന പിണറായിസം. പാവപ്പെട്ടവരെ ഓർക്കുന്ന ഒരു മുഖ്യമന്ത്രി, അവരെ ഓർക്കുന്ന പിണറായി വിജയൻ, അവർക്ക് വേണ്ടി പലതും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന പിണറായി, ആഗ്രഹിക്കുക മാത്രമല്ല ചെയ്യുന്ന പിണറായി വിജയൻ, ചെയ്തിട്ടുള്ള പിണറായി വിജയൻ. നിങ്ങൾക്കിപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ? എന്ത് വിടലാണ് ഇയാള്? ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്നവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി ലക്ഷങ്ങൾ സാലറി വാങ്ങുന്നവർക്ക് വീണ്ടും ലക്ഷങ്ങൾ കൂട്ടിക്കൊടുക്കുന്ന പിണറായിസം. വയനാട്ടിലെ പാവപ്പെട്ടവരെ അനാഥമാക്കാതെ ടൗൺഷിപ്പ് ഉണ്ടാക്കി അവരെ അതിൽ സുഖകരമായി ജീവിക്കാൻ അനുവദിക്കണം. എല്ലാ സൗകര്യങ്ങളും ഒരുക്കണം, സ്കൂളുകൾ ഒരുക്കണം, എല്ലാ സൗകര്യവും ഒരുക്കുന്ന ആഗ്രഹിക്കുന്ന ജനങ്ങളെ സ്നേഹിക്കുന്ന പിണറായി വിജയൻ. അതാണ് പിണറായിസം. വെറുതെ ടൗൺഷിപ്പ് വരും പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് വരും എന്ന് തുടങ്ങും പ്രൊജക്ട്. ടെൻഡർ വിളിക്കാതെ നിങ്ങളുടെ ആൾക്കാരായ ഊരാളുങ്ങൾ സൊസൈറ്റിക്ക് അല്ലേ വർക്ക് കൊടുത്തത്? ഊരാളുങ്ങളും നിങ്ങളും കൈയിട്ട് വാരിയതിനു ശേഷം ബാക്കി എന്തേലും ഉണ്ടാവുമോ ടൗൺഷിപ്പിന്? നിങ്ങൾ ഈ ടൗൺഷിപ്പ് പ്ലാൻ കൊണ്ടുവന്നതുകൊണ്ടല്ലേ വീടും സ്ഥലവും ഓഫർ ചെയ്തവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്നത്? 500-ൽ-അധികം വീടുകൾ വെച്ചു കൊടുക്കാം എന്നും സ്ഥലം കൊടുക്കാം പലരും ഓഫർ തന്നതല്ലേ? ദുരന്തം കഴിഞ്ഞ് 1 വർഷം ആയില്ലേ? ഇപ്പോഴും 700 കോടി വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ പേരിൽ CMDRF ഫണ്ടിൽ ഇല്ലേ? എന്നിട്ടും ദുരന്ത ബാധിതർക്ക് എന്തു കൊടുത്തു? ഓരോ കോടി വെച്ച് ദുരന്ത ബാധിതർക്ക് കൊടുക്കുവാണേൽ ആ പൈസ കൊണ്ട് അവർ സുഖമായി ജീവിക്കില്ലേ? എന്നാലും ബാക്കി 200 കോടിയിൽ അധികം നിങ്ങൾക്ക് കൈയിട്ട് വാരാൻ കിട്ടുമല്ലോ. പാവപ്പെട്ടവൻ കൊടുക്കാൻ മാത്രം ഖജനാവിൽ പൈസയില്ലാത്ത ദൂരത്തിന് മാത്രം പൈസയുള്ള പിണറായിസം.